സ്പിരിച്വലി അവേക്കണിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചുകൾ അവരറിയാതെ തന്നെ യൂണിവേഴ്സ് അവരിൽ നടത്തും എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഫുഡ് ഹാബിറ്റ് എന്ന് പറയുന്നത്. അതുവരെ നമ്മൾ നോൺ വെജ് പോലുള്ള മത്സ്യാഹാരങ്ങൾ കഴിച്ചിരുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ പിന്നീട് അവർ ഈ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇൻവോൾവ്മെൻറ്റ് വരുമ്പോൾ, അതായത് അവരെക്കുറിച്ച് അറിയാനും കുറച്ചും കൂടെ ഡീപ്പ് ഡൗൺ സോളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വരുമ്പോൾ മെഡിറ്റേഷൻ, ഇങ്ങനെയുള്ള യോഗ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ ലൈഫിലേക്ക് അവരറിയാതെ തന്നെ ഒരു പുഷപ്പ് വന്നിട്ട് അവർ ചെയ്തു തുടങ്ങും. ആ ഒരു കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പതിയെ അവർക്ക് ആ ഫുഡ് ഹാബിറ്റ്, അവരുടെ നിലവിലുള്ള ഫുഡ് ഹാബിറ്റിനോട് അവർക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അതിലേറ്റവും ഇമ്പോർട്ടൻ്റാണ് മത്സ്യമാംസങ്ങൾ അത് കഴിക്കുക എന്ന് പറയുമ്പോൾ ആഗ്രഹം ഉണ്ടെങ്കിലും അത് കഴിച്ച് കഴിയുമ്പോൾ അവർക്ക് വയറിന് ബുദ്ധിമുട്ട് വരിക, അല്ലെങ്കിൽ അത് കഴിച്ചതിന് ശേഷം ഒരു റിഗ്രറ്റ് ഫീൽ ഉണ്ടാവുക. ഞാനിതെന്തിനാണ് കഴിക്കുന്നത്, ഇത്തരം ഫുഡുകളോട് ഒരു തരം വിരക്തി അനുഭവപ്പെടാം ഉണ്ടാവും. അത് സാധാരണമാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മൾക്കൊരിക്കലും ഫോഴ്സ്ഫുള്ളി നമുക്ക് ഞാനിനി മുതൽ കഴിക്കില്ല എന്ന് ശാഠ്യം പിടിച്ചിരിക്കാൻ സാധിക്കില്ല. കാരണം അതുവരെ ആ ഫുഡും അത്തരം ഭക്ഷണങ്ങളും ഫോളോ അപ്പ് ചെയ്തിരുന്നൊരു വ്യക്തിയാണല്ലേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും കഴിക്കാനുള്ള ഒരു ചിന്ത അവരിലേക്ക് വരും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളൊരിക്കലും നമ്മുടെ ആ ആഗ്രഹത്തിനെ നമ്മൾ മാറ്റി വയ്ക്കരുത്. ആഗ്രഹം നമുക്ക് കഴിക്കാനാണെങ്കിൽ നമ്മളത് കഴിക്കണം. അല്ല, എനിക്കെന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് അത്രയും ഉറപ്പുള്ള ഒരാൾക്ക് മാത്രമേ അത് അവോയ്ഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ കഴിക്കുക എന്നുള്ളത് അയാൾക്ക് ഇഷ്ടമാണെങ്കിൽ അയാളത് കഴിക്കുക. അപ്പോൾ വീണ്ടും നമ്മൾ കഴിച്ചിട്ട് നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് തന്നെ വീണ്ടും തോന്നും ഇത് കഴിക്കണ്ടെന്ന്. അങ്ങനെ നമ്മളെ കൊണ്ട് അതിൽ ഒരു എന്നേക്കുമായിട്ടുള്ളൊരു സ്റ്റോപ്പ് കൊണ്ടുവരിക എന്നുള്ളതാണ് യൂണിവേഴ്സ് നമ്മളിൽ ഉണ്ടാക്കി തരുന്നൊരു വേറൊരു ലെവൽ ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്നാണ് ഫുഡ് ഹാബിറ്റിൽ വരുന്ന ചേഞ്ച് എന്ന് പറയുന്നത്. ടോട്ടലി സസ്യാഹാരം അല്ലെങ്കിൽ ഒരു ഗ്രീൻ ഫുഡ് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്നിരുന്നാലും മാക്സിമം ഒരു ഹൈ ലെവൽ സ്പിരിച്വൽ അവേക്കണിങ് പ്രോസസ്സിലേക്ക് എത്തിയ ഒരു വ്യക്തിയാണെങ്കിൽ അയാൾ അത് ടോട്ടലി ഉപേക്ഷിച്ചിരിക്കും. അതുവരെയുള്ള ജേണിയിൽ ഇടയ്ക്ക് കഴിക്കാം, പിന്നെ നിർത്താം, പിന്നെയും കഴിക്കാം. അതിനൊരു ടെൻഡൻസിയിലൂടെ അല്ലെങ്കിൽ അതിനൊരു കൺസിസ്റ്റൻസി ഇല്ലാത്തൊരു പ്രോസസ്സിലൂടെ ആയിരിക്കും പോകുക. ടോട്ടലി മോസ്റ്റ് ഓഫ് കേസുകളിലും പറയുകയാണെങ്കിൽ അത് അവർക്ക് കഴിക്കാൻ സാധിക്കില്ല. കഴിച്ച് കഴിഞ്ഞാൽ വോമിറ്റിംഗ് ടെൻഡൻസി, അതുപോലെ തന്നെ അതിനോട് വിരക്തി, റിഗ്രറ്റ് ഫീലിങ്സാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ ഫുഡ് ഹാബിറ്റിൽ ഇങ്ങനൊരു വലിയൊരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ചേഞ്ച് ഉണ്ടാവും എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് അവരുടെ ബ്യൂട്ടി. എനിക്ക് തോന്നുന്നു അതുവരെ വളരെ ലേസിനെസ് ആയിട്ടിരുന്ന ആളുകളൊക്കെ കുറേയും കൂടെ ഷാർപ്പായിട്ട്, കുറേയും കൂടെ ഉണർവോട് കൂടിയിട്ട് നേരത്തോടെ എഴുന്നേൽക്കാനുള്ള ഒരു ടെൻഡൻസി കാണിക്കാനും, അതും മാത്രമല്ല നേരത്തോടെ എഴുന്നേൽക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, യോഗ അങ്ങനെയുള്ള കാര്യങ്ങളോടുള്ള ഇൻട്രസ്റ്റിങ് വരിക. ഇതൊക്കെ ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മുടെ ബോഡി ഒന്നും കൂടെ ഫ്രീ ആവാനും നമുക്ക് കുറച്ചും കൂടെ ഫേസിലേക്ക് ഗ്ലോ വരാനും ഒക്കെ സാധിക്കും. ഇത് കൺസിസ്റ്റൻ്റായിട്ട് നിലനിർത്തുന്ന ഒരാൾക്ക് വളരെയധികം ചേഞ്ച് ഉണ്ടാവും. അല്ലാതെ തന്നെ നോർമലി ഇപ്പോൾ വീട്ടിലെ എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ലല്ലോ. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ഉദ്ദേശിച്ചിട്ടാണ് പറയണതെന്ന് വെച്ചാൽ അവർക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവുമായിരിക്കും. കാരണം അവർ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് അവരെ തന്നെ ആക്ച്വലി എങ്ങനെ ഗ്ലോ അപ്പ് ചെയ്യാം, എങ്ങനെ അവർക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ അവരെ ടേക്ക് കെയർ ചെയ്യാൻ സാധിക്കും, സെൽഫ് ലവ് എന്നൊക്കെ നമുക്കതിനെ പറയാം. അത്തരം ഒരു ചേഞ്ചിലേക്ക് ഈ സ്പിരിച്വൽ അവേക്കണിങ്ങിലൂടെ പോകുന്ന ഒരാൾക്ക് ഒരു 50% അത് ആ ഒരു സ്റ്റേജിലെത്തിയിട്ടുള്ള ഒരാൾ എന്താണെങ്കിലും സെൽഫ് ലവ് എന്താണെന്നും റിയൽ ആയിട്ടുള്ള സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എന്നുള്ളതും അവരത് തിരിച്ചറിഞ്ഞിരിക്കും എന്നുള്ളതാണ്. നമുക്ക് വേണ്ടിയിട്ട് സ്വസ്ഥമായിട്ടൊരു സമയം കണ്ടെത്താൻ നമ്മളെ തന്നെ ക്ലീൻ ആൻഡ് നീറ്റായിട്ട് സൂക്ഷിക്കുക, നമ്മളെ തന്നെ അണിയിച്ചൊരുക്കുക, നമ്മൾ കുറച്ചും കൂടി പ്ലസൻ്റായിട്ടും ഗ്ലോ ആയിട്ടിരിക്കാനായിട്ട് ഇത് മുഖേന നമുക്ക് സാധിക്കുന്നുള്ളതാണ്. സ്പിരിച്വൽ അവേക്കണിങ്ങിലൂടെ പോകുന്ന ഏതൊരു വ്യക്തിക്കും ഈ ഒരു ചേഞ്ച് മനസ്സിലാവുമെന്ന് ഞാൻ കരുതുന്നു. ഇതുപോലെ തന്നെയാണ് മറ്റൊരു ഹാബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ ലേസി ആയിട്ടുള്ള പേഴ്സൺസ് ആണെന്നുണ്ടെങ്കിൽ ആ ലേസിനെസ് വിട്ടുമാറും. കാരണം വിട്ടുമാറിയില്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് നമുക്ക് അതിൻ്റെ നമ്മളെ ഫോഴ്സ്ഫുള്ളി നമ്മുടെ ലേസിനെസ് മാറ്റാനുള്ള എന്താ പറയുക
പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഘടകങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ഇട്ട് തരികയും അതിലൂടെ നമ്മൾ ഗോ ത്രൂ ആവുമ്പോൾ നമ്മൾക്ക് തന്നെ നമ്മളെ തിരുത്തേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാവും. അതിലൊന്നാണ് ഈ പറഞ്ഞിട്ടുള്ള ലേസിനെസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ വരുന്ന നെക്സ്റ്റ് എന്ന് പറയുന്നത് ആങ്കർ ഇഷ്യൂസാണ്. ആങ്കർ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു വീട്ടമ്മമാരാണെങ്കിലും ആരാണെങ്കിലും ചെറിയ കുട്ടികളാണെങ്കിലും ഭയങ്കര ആങ്കറിങ് എന്നുള്ളൊരു പാറ്റേണിങ് പൊതുവെ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ആങ്കർ ഇഷ്യൂ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവരുണ്ട് ഒരു പരിധിയിൽ കൂടുതൽ. അല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിലുള്ള പ്രഷർ, സാമ്പത്തികമായിട്ടുള്ളതോ ഓഫീസ് പരമായിട്ടുള്ള പ്രഷറൊക്കെ കൊണ്ടായിരിക്കാം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മാറിയിട്ട് നമ്മുടെ മൈൻഡിനെ ഒരു കൂൾ ആൻഡ് കാമായിട്ടുള്ളൊരു സ്റ്റേജിൽ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റസ് ഓഫ് മൈൻഡിൽ നമ്മൾ എത്തിപ്പെടുന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ എഫേർട്ട് എടുക്കണം എന്നുള്ളത് വേറൊരു വശമാണ്. ഈ എഫേർട്ട് നമ്മൾ എടുത്തില്ലെങ്കിൽ കൂടി നമ്മൾക്കത് എടുക്കേണ്ട ആവശ്യകതകൾ നമ്മുടെ മുന്നിൽ യൂണിവേഴ്സായിട്ട് കൊണ്ടുവന്ന് എത്തിക്കുന്നുള്ളതാണ്. അപ്പോൾ ഈ ആങ്കർ ഇഷ്യൂ കൺട്രോൾ ചെയ്യാനായിട്ട് എന്ന് മാത്രമല്ല, ആങ്കർ ഇഷ്യൂ ഒട്ടുമേ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടും. കാരണം നമ്മൾക്ക് തന്നെ നമ്മളെ നിയന്ത്രിക്കാനും കൺട്രോൾ ചെയ്യാനും സാധിക്കും. നമ്മളുടെ മൈൻഡിനെ ഓവർ പ്രഷർ കൊടുക്കുന്ന ഒന്നും തന്നെ ഈ സ്പിരിച്വൽ അവൈക്കണിങ്ങിലൂടെ പ്രോസസ് ത്രൂ ആയിട്ടുള്ള ഒരു വ്യക്തി ഒരിക്കലും ചെയ്യില്ല. അയാളുടെ ഒരു സ്ഥായി ഭാവം എന്ന് പറയുന്നത് തന്നെ അത്രയും കാമായിരിക്കും. അയാളുടെ മുന്നിൽ നിൽക്കുന്നത് ഒരു പ്രശ്നമാണെന്ന് അയാൾക്ക് മുൻകൂട്ടി മനസ്സിലാക്കാനുള്ളൊരു കഴിവുണ്ടായിരിക്കും. ഇനി സ്പിരിച്വൽ അവൈക്കണിങ്ങിൽ കിട്ടുന്ന മറ്റൊരു അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിലും ഫസ്റ്റ് ഈ പ്രോസസ്സ് തുടങ്ങുന്ന സമയത്തൊന്നും നമുക്ക് എന്താണ് നമ്മളിൽ നടക്കുന്ന മാറ്റം, നമ്മൾ എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഇങ്ങനെ അല്ലായിരുന്നല്ലോ എന്നുള്ളൊരു ചിന്തകളിലൂടെ പോകുന്ന ഒരു പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞ് നമ്മളിതിനെ റിയലൈസ് ചെയ്ത് ഞാൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്നെ ആരോ നിയന്ത്രിക്കുന്നുണ്ട്, എനിക്ക് ഇതാണ് ബെറ്റർ എൻ്റെ ലൈഫിൽ എന്ന് മനസ്സിലാക്കി നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കും. ഈ അക്സെപ്റ്റൻസ് നമ്മൾ സ്വയം കൊടുത്തു കഴിയുന്ന ഒരു വേളയിലാണ് നമുക്ക് എന്ത് സംഭവിക്കാം, ഇൻറ്റ്യൂഷൻ പവർ കിട്ടുക. ഇൻറ്റ്യൂഷൻ പവർ കിട്ടുന്ന ആ ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്കും നമ്മളുടെ ബോഡി ആൻഡ് മൈൻഡ് ഒരുപാട് കാമായിരിക്കും. നമ്മൾ ആ ടോട്ടലി പഴയ പേഴ്സണേ ആയിരിക്കില്ല, അത്രയും ഗ്ലോബ്ഡ് ആയിരിക്കും. കാര്യങ്ങളെ നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കി അതിനെ അനലൈസ് ചെയ്ത് സാവകാശത്തോട് കൂടിയിട്ടൊരു കാര്യത്തിനെ നമ്മൾക്ക് സമീപിക്കാൻ സാധിക്കും. ആങ്കർ എന്ന് പറയുന്നത് 0% ഒരു ലെവലിലേക്ക് അവരെത്തിപ്പെട്ടിരിക്കും. അങ്ങനെയൊക്കെയുള്ളൊരു സ്റ്റാറ്റസ് ഓഫ് മൈൻഡ് എത്തുന്നൊരു വ്യക്തിക്ക് ഷാർപ്പ് ഇൻറ്റ്യൂഷൻ കിട്ടുന്നുള്ളതാണ്. അതായത് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നാളെ എന്താണ് ഉണ്ടാവുക, ഞാൻ ഇങ്ങനൊരു കാര്യം ചെയ്യേണ്ടതുണ്ടോ. അപ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് മുൻകൂട്ടി കാണാനുള്ള ഒരു ഇൻറ്റ്യൂഷൻ പവർ അവർക്ക് കിട്ടുന്നുള്ളതാണ്. അപ്പോൾ സ്പിരിച്വൽ അവേക്കണിങ് ഗോ ത്രൂ ആകുന്നൊരു വ്യക്തിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ പ്രോഫിറ്റ് മാത്രമേ ലൈഫിലുണ്ടാകുന്നുള്ളൂ. നമ്മൾക്ക് തോന്നുകയാണ് അയ്യോ എനിക്കൊരിക്കലും ഇങ്ങനെയൊന്നും ആവാൻ സാധിക്കില്ല, എനിക്ക് അടിച്ച് പൊളിച്ച് പഴയ പോലെ എനിക്ക് ജീവിക്കണം, എനിക്ക് ഫ്രണ്ട്സ് വേണം, ആൾക്കാർ വേണം, ഞാൻ എൻ്റെ പഴയ ലൈഫ് തന്നെയാണ് ആഗ്രഹിക്കണേ എന്നൊക്കെ പറഞ്ഞ് ഡിപ്രസ്ഡ് ആവുന്നൊരവസ്ഥ ഈ ഫസ്റ്റ് നമ്മൾക്ക് ഒന്നും പിടികിട്ടാത്തൊരു സമയത്ത് നമ്മുടെ ഈ ഒരു ജേണിയിലുണ്ടാകും. അത് ആ ഒരു ഫസ്റ്റ് ഒരു ടൈമിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, പീരീഡ് ഓഫ് ടൈമിൽ. അത് കഴിയുമ്പോഴാണ് നമ്മൾ ആ റിയാലിറ്റി മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഫ്രണ്ട്സ് സർക്കിളിലും ഒരുപാട് ഗ്യാങ്ങായിട്ടും ഏത് സമയവും ഫോൺ കോളിങ്ങും ഒക്കെ ചെയ്ത് ഭയങ്കര ബിസി ആയിട്ട് റഷായിട്ട് ജീവിച്ചിരുന്ന ഒരു വ്യക്തി ആയിരുന്ന അതേ വ്യക്തി തന്നെ ഈ പീരീഡ് ഓഫ് ടൈമിൽ സ്പിരിച്വൽ അവേക്കണിങ്ങിൻ്റെ ഈ ഒരു പീരീഡ് ഓഫ് ടൈമിൻ്റെ ഒരു പീക്ക് പോയിന്റിൽ എത്താറാകുമ്പോഴേക്കും അവർക്ക് ശരിക്കും ലോൺലിനെസ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക. കാരണം ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് എനിക്ക് എന്നെ കേൾക്കാനും എന്നെ മനസ്സിലാക്കാനും പറ്റുന്നത്. ബാക്കിയുള്ള എനർജീസൊന്നും വന്നിട്ട് നമ്മുടെ എനർജീനെ ഡ്രെയിൻ ചെയ്യുന്നില്ല. നമ്മളൊരുപാട് ഹാപ്പിയാണ്, ഭയങ്കര കാമാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ സ്ഥായിയായിട്ടുള്ള നമ്മുടെ ഒരു ഭാവം നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ കിട്ടുന്ന ഈ ഒരു സ്പേസ് ആണെന്ന് അവർ മനസ്സിലാക്കും. ഈ ഒരു അവസ്ഥ രൂപാന്തരപ്പെടുന്ന ഒരു സമയം എത്തുമ്പോഴേക്കും യൂണിവേഴ്സായിട്ട് തന്നെ നമ്മളിൽ നിന്ന് നമ്മൾക്ക് വേണ്ടാത്ത എല്ലാത്തിനെയും അടർത്തി മാറ്റിയിരിക്കും. പ്രത്യേകിച്ച് പേഴ്സൺസ്, നമ്മൾ വിചാരിച്ചിരുന്ന ആളുകൾ പോലും ഒരു പക്ഷേ ഒരിക്കലും പോകില്ല എന്ന് വിചാരിച്ചിരുന്നവർ പോലും നമ്മുടെ അടുത്തുനിന്ന് മാറിപ്പോയിരിക്കും. അപ്പോൾ നമുക്ക് റിയലായിട്ട് എന്താണോ വേണ്ടത് അത് മാത്രമേ യൂണിവേഴ്സ് നമ്മുടെ അടുത്ത് നിലനിർത്തുള്ളൂ. അതാണ് നമ്മുടെ ബെനിഫിറ്റ്, അതാണ് നമ്മുടെ ഗ്രോത്തിനും എപ്പോഴും ബെനിഫിറ്റായിട്ടുള്ളത്. അതുകൊണ്ടാണ് യൂണിവേഴ്സ് അങ്ങനെ ചെയ്യുന്നത് എന്നുള്ള റിയാലിറ്റി അത് കുറേ കഴിയുമ്പോൾ നമ്മളത് മനസ്സിലാക്കുന്നുള്ളതാണ്.
പിന്നെ സംസാരം, വളരെ നല്ല രീതിയിലുള്ള പ്രഭാഷണങ്ങൾ കേൾക്കുക, അതുപോലെ തന്നെ അമ്പല ദർശനങ്ങൾക്ക് കൂടുതൽ താല്പര്യം, സ്പിരിച്വലായിട്ടുള്ള ബുക്സ് റീഡ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. ഒരു 30s 35 ആ ഒരു ഏജിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ വളരെയധികം എന്താ പറയുക, കണ്ണ് തുറക്കാമെന്ന് പറയും. നമ്മുടെ ഉള്ളിലുള്ള സോള് ഉണരുന്നതിനെയാണ് ഞാൻ മീൻ ചെയ്തത്. നമ്മുടെ കണ്ണ് തുറക്കാണ്. നമ്മൾ ഇത്രയും കാലം ജീവിച്ചിരുന്ന ലൈഫ് എന്തിനു വേണ്ടിയായിരുന്നു, ആർക്ക് വേണ്ടിയായിരുന്നു, ഞാൻ എന്താണ് റിയലായിട്ട് ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ, ഞാൻ എന്തിനാണ് ഇത്രമാത്രം ആങ്കർ എടുത്തിരുന്നത്, അങ്ങനെ എന്തിനാണ് ആളുകളെ ഇങ്ങനെ കൺട്രോൾ ചെയ്തിരുന്നത്, ഇത്തരത്തിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളോട് തന്നെ ചോദിക്കാനും അതല്ലായിരുന്നു വേണ്ടതെന്നുള്ള റിയാലിറ്റി മനസ്സിലാക്കാനും നമ്മൾ പ്രാപ്തരാകും. അത് ഒരു വലിയൊരു മാറ്റമാണ്. അപ്പോൾ മൊത്തത്തിൽ സ്പിരിച്വൽ അവേക്കണിങ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അധികം മാറ്റങ്ങളാണ്. യോഗ അങ്ങനെയുള്ള കോഴ്സുകൾ ചെയ്യാം, അതുപോലെ തന്നെ സ്പിരിച്വൽ കോഴ്സുകൾ ചെയ്യാം. ഇതിലേക്കൊക്കെ ഒരുപാട് ഇൻട്രസ്റ്റ് വരും. യോഗയൊക്കെ ചെയ്യുന്നതോട് കൂടിയിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്കതൊരു വരുമാന മാർഗ്ഗമാക്കാൻ സാധിക്കും എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മൾക്ക് തന്നെ നമ്മളുടെ ബോഡിക്കുണ്ടാകുന്ന റിലീഫ്, ബോഡിയിൽ നമ്മുടെ ഓരോ ചക്രാസിലും പെൻഡിങ് ആയിട്ട് കിടക്കുന്ന ഓരോരോ ഇമോഷൻസ്, അതൊക്കെ യോഗ ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്ക് റിലീസാവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം യോഗ പോലുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിലേക്ക് വരിക, അതിൻ്റെ കോഴ്സ് പഠിച്ച് അതിന് ടീച്ചിങ് ലെവലിലേക്ക് പോവുക. അപ്പോൾ നമ്മൾ വിചാരിക്കാത്ത ചേഞ്ചായിരിക്കും നമുക്ക് തരിക. ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോബ് ഉണ്ടായിരിക്കും അല്ലേ, അപ്പോൾ ആ ജോബ് നമുക്ക് സെറ്റ് അല്ലെങ്കിൽ നമ്മളുടെ സ്പിരിച്വൽ അവേക്കണിങ് ജേണിയിൽ തടസ്സമാണെങ്കിൽ ഓഫ് കോഴ്സ് നമ്മുടെ ആ ജോബ് പോയിരിക്കും. പക്ഷേ ആ ജോബ് പോകും എന്നതിനേക്കാൾ ഉപരി നമ്മളെ അതിൽ നിന്ന് യൂണിവേഴ്സ് റിലീസാക്കി നമ്മൾക്ക് ഗുഡ് എന്താണോ ആ ഒരു വേലേക്ക് നമ്മളെ കൊണ്ടുപോയി എത്തിക്കുന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും ഈ സ്പിരിച്വൽ അവേക്കണിങ് എന്ന് പറയുന്ന ഒരു ജേണി ഒരിക്കലും നമ്മളെ ഒന്നും അല്ലാതാക്കുന്നതോ അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നതായിട്ടുള്ള ഒരു പ്രോസസ്സല്ല. നമ്മളാക്കുന്ന, നമുക്ക് ശാന്തിയും സമാധാനവും തരുന്ന, നമ്മളെ അവേക്കണിങ്, നമ്മുടെ സോളിനെ അവേക്കണിങ് ആക്കുന്ന, നമ്മളെ ഗുഡ് ബാഡ് എന്താണെന്ന് റിയലായിട്ട് കാണിച്ചു തരുന്ന ഒരു ഗ്രേറ്റ് പ്രോസസ്സാണെന്നേ ഞാൻ പറയുകയുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോ പേഴ്സൺസായിട്ട്, ഇപ്പം നമ്മൾ വീട്ടിലുണ്ടാകുന്ന വഴക്കുകൾ, നമ്മൾ കുട്ടികളോട് ബിഹേവ് ചെയ്യുന്ന രീതി, അപ്പോൾ ഇത്തരം കാര്യങ്ങളിലുള്ള വ്യത്യസ്തതകൾ നമുക്ക് കാണിച്ചു തരും. നമ്മുടെ മുന്നിൽ ഒരു പേഴ്സൺ നമ്മളോട് കൂടി വഴക്ക് കൂടാൻ നിൽക്കുമ്പോൾ ആ ആൾ നമ്മളോട് പറയുമ്പോൾ അതിലെതിരെ നമ്മൾ ശക്തമായി പ്രതികരിച്ചിരുന്നൊരു കാലം ഉണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു ജേണിയിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക വെച്ചാൽ ആ കാർമിക്കിനെ പോലും നമ്മളുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ സാധിക്കുന്നുള്ളതാണ്. കാരണം ഒരാൾ അവിടെ നിന്ന് ബഹളം വയ്ക്കുമ്പോൾ ഓപ്പോസിറ്റുള്ള ആളും അതേ രീതിയിൽ റിയാക്ട് ചെയ്യുമ്പോഴാണല്ലോ പ്രോബ്ലം ഉണ്ടാവുക. അപ്പോൾ നമ്മൾ സ്പിരിച്വൽ അവേക്കണിങ്ങിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് എത്ര ഹൈ പ്രഷറിൽ നിൽക്കുന്നൊരു വ്യക്തിനെയും നല്ല രീതിയിൽ ഡീൽ ചെയ്യാനും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള വലിയൊരു പ്രാപ്തിയും കഴിവും വരുന്നുള്ളതാണ്. കാരണം നമ്മുടെ സോൾ ഓൾറെഡി ഉണർന്നു കഴിഞ്ഞു. നമ്മുടെ സോളിനറിയാം നെക്സ്റ്റ് എന്താണ് എന്നുള്ളത്. ഇൻറ്റ്യൂഷനിലൂടെ അത് മനസ്സിലാക്കാനും അതിനെ കൺട്രോൾ ചെയ്യാനും നമുക്ക് സാധിക്കും. പിന്നെ നമുക്ക് ഭയങ്കര ജീവജാലങ്ങളോടൊക്കെ ഒരുപാട് അടുപ്പം, ഓൾറെഡി ജീവജാലങ്ങളുമായിട്ട് അടുപ്പുള്ള ആളുകൾ ഉണ്ടായിരിക്കാം. ഇനി അതുമായിട്ട് കണക്റ്റഡ് അല്ലാത്തവരാണെങ്കിൽ ജീവജാലങ്ങളായിട്ടും നാച്ചറൊക്കെ ആയിട്ട് ഒരുപാട് കണക്റ്റഡ് ആക്കിക്കും യൂണിവേഴ്സ് നമ്മളെ. നാച്ചുറലാണല്ലോ യൂണിവേഴ്സ് നമുക്ക് ഓരോ സയൻസൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ജീവജാലങ്ങളായിട്ടും നാച്ചുറായിട്ട് എടുക്കുന്നതോടുകൂടി നമുക്ക് എന്താണ് കുറേ വൈബ്രേഷൻസ്, പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷൻസാണ് നമുക്ക് അവരായിട്ടുള്ള ഇൻട്രാക്ഷനിലൂടെ കിട്ടുക. നമുക്കൊരുപാട് ഹാപ്പിനെസ് കിട്ടും. അതുപോലെ തന്നെ കുറേ നേരം നമുക്ക് ആകാശത്തേക്ക് നോക്കിയിരിക്കാനുള്ള ഒരു പ്രവണത വരിക, ഇത്തരം കാര്യങ്ങൾ. അതുപോലെ തന്നെ മരങ്ങൾ, ഇങ്ങനെ നമുക്ക് യാത്രകൾ ചെയ്യാനായിട്ടുള്ള തോന്നലുകൾ വരിക. ഒരുപാട് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ഷേത്ര ദർശനങ്ങൾ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് വരിക. ഇപ്പോൾ അല്ലാത്തവർക്കാണെങ്കിൽ പള്ളി അങ്ങനെയുള്ള കാര്യങ്ങളിൽ, മതങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് അത്തരം കാര്യങ്ങളിലേക്ക് ഒക്കെ ഇൻട്രസ്റ്റ് വരിക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള യാത്രകൾ ചെയ്യാം. ഇതൊക്കെയാണ് നമ്മുടെ സ്പിരിച്വൽ ജേണിയിൽ
നമുക്ക് ഉണ്ടാകുന്ന മാനസികവും ശാരീരികവുമായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ സ്പിരിച്വൽ അവേക്കണിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ഞാൻ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളായി പോകുന്നു. എനിക്ക് എൻ്റെ പഴയ ആളായാൽ മതി, അല്ലെങ്കിൽ എനിക്ക് ആ പഴയ ജീവിതം മതി എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഒരാളും ടെൻഷനേ അടിക്കേണ്ട. നമ്മുടെ പഴയ ജീവിതത്തിനെ ഒന്നും കൂടെ നല്ല രീതിയിൽ ബെറ്ററാക്കി നമുക്ക് ചുറ്റുമുള്ളവരോട് ഒന്നും കൂടെ സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടും കൂടിയിട്ട് നമുക്ക് പെരുമാറാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും നമ്മുടെ റിയൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് സ്വയം മനസ്സിലാക്കാനും നമ്മുടെ ആങ്കർ ഇഷ്യൂസിനൊക്കെ കൺട്രോൾ ചെയ്യാനും നമ്മളുടെ ടേസ്റ്റും നമ്മളുടെ മതപരമായിട്ടുള്ള ഇൻട്രസ്റ്റുകളും അതിലേക്കൊക്കെ നമ്മളെ കുറച്ചും കൂടെ കൂടുതൽ ഇൻവോൾവ് ചെയ്യിച്ച് അതിൻ്റെയൊക്കെ ഒരു ഡീപ്പായിട്ട് നമ്മളെ ഡെപ്തിൽ കൊണ്ടെത്തിക്കാൻ സ്പിരിച്വൽ ജേണിയിൽ പ്രോസസ് ത്രൂ ആയിട്ടുള്ള എല്ലാവർക്കും സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ആ യൂണിവേഴ്സ് നമ്മളെ കാണിച്ചിരുന്ന വഴി എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക, വിവേകത്തോടു കൂടി ചിന്തിക്കുക, സമാധാനപരമായിട്ട് ഈ സ്പിരിച്വൽ ജേണിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുക. ഏറ്റവും വലിയ ഭാഗ്യമാണ് ഒരു സ്പിരിച്വൽ അവേക്കണിങ് ഒരാളുടെ ജേണിയിൽ അല്ലെങ്കിൽ ഒരാളുടെ ലൈഫിൽ അയാൾക്ക് സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഈ 2026 എന്ന് പറയുന്നത് ഭയങ്കര വളരെയധികം സ്പിരിച്വലായിട്ടുള്ള ഒരു ഇയറും കൂടിയാണ്. അപ്പോൾ ഒത്തിരി പേർക്ക് അവരുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സ്പിരിച്വൽ അവേക്കണിങ് ആയിട്ടുള്ള പ്രോസസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ചിലവർക്ക് ഭയങ്കര വേദനാജനകമായിട്ടുള്ളൊരു പ്രോസസ്സായിരിക്കാം, ചിലവർക്കത് ഓക്കെ ആയിരിക്കാം, നോർമലി ഉള്ള ഒരു ഇതായിരിക്കും. അപ്പോൾ വേദനാജനകമാണെങ്കിലും അതല്ലെങ്കിലും നമ്മളുടെ ലൈഫിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളെയും നമ്മൾ വളരെ ധൈര്യത്തോടു കൂടി നേരിടുക എന്നുള്ളത് മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. നമുക്കതിനെ ഒരിക്കലും മാറ്റി വയ്ക്കാൻ സാധിക്കില്ല. അപ്പോൾ വരുന്നത് എന്ത് തന്നെയാണെങ്കിലും നമ്മളതിനെ നേരിടുക, നല്ല രീതിയിൽ നേരിട്ടിട്ട് നമ്മളതിലൂടെ ഗോ ത്രൂ ആവുക. അത് മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ ഈശ്വരന്മാർ നമ്മുടെ കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സൽ ശക്തി എന്ന് പറയുന്ന ആ ഒരു ശക്തി നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ സ്പിരിച്വൽ അവേക്കണിങ്ങിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള നന്മകളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ഡിവൈൻ.